സിദ്ധാർത്ഥിൻ്റെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു. ജയ ടീച്ചറുടെ ചോദ്യം അവനെ വല്ലാതെ അപമാനിച്ചിരിക്കുന്നു. സത്യത്തിൽ ശ്രുതിയോട് അവന് പ്രണയമേയില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ അവരുടെ സങ്കടം കാണാൻ വയ്യാതെ മാത്രമാണ് അവൻ ആ പെണ്ണ് കാണലിന് സമ്മതിച്ചത് തന്നെ. സ്വന്തം വിദ്യാർത്ഥിനിയെ തന്നെ വിവാഹം കഴിക്കേണ്ടി വരുന്നതിലെ ജാള്യത ഉള്ളിലൊതുക്കിയാണ് അവൻ അന്ന് അവളുടെ വീട്ടിലേക്ക് പോയതും. പക്ഷേ ആ രഹസ്യം ശ്രുതി ഇങ്ങനെ കൊട്ടിയാഘോഷിക്കുമെന്ന് അവൻ കരുതിയതേയില്ല. വരാന്തയിലൂടെ നടക്കുമ്പോഴും അവൻ്റെ ചിന്തകൾ അനഘയിലൂടെയായിരുന്നു. അവൻ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഒരേ ഒരു പെൺകുട്ടി അനഘ. അവളുടെ ഈ കാര്യം എങ്ങനെ വിശദീകരിക്കുമെന്നറിയാതെ അവൻ ഉയരുകയായിരുന്നു. അനഘയോടുള്ള തൻ്റെ പ്രണയം അത്രമേൽ തീവ്രമാണ്. ആ ബന്ധത്തിന് യാതൊരു കോട്ടവും തട്ടാൻ അവൻ ആഗ്രഹിച്ചിരുന്നുമില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ശ്രുതിയുടെ വായാടിത്തരം കാണാം സ്റ്റാഫ് റൂമിലും ക്ലാസ്സിലും ഈ വാർത്ത പരന്നു കഴിഞ്ഞു. താൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വരുമോ എന്ന ഭയം അവനെ വേട്ടയാടി. ജയ ടീച്ചർ ചോദിച്ച പാർട്ടി അവന് പരിഹാസമായിട്ടല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ വേണ കരിനിഴലായിട്ടാണ് അവനപ്പോഴും തോന്നിയത്. ക്ലാസ് മുറിയുടെ അവസാന ബെഞ്ചിലെ ആ മൂലയിൽ പുറം ലോകത്തിൻ്റെ എല്ലാ ആരവങ്ങളിൽ നിന്നും ഒളിച്ചവൾ ഇരിക്കുകയാണ്. ഡെസ്കിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുമ്പോൾ ചുറ്റുമുള്ള ചിരികളും സംസാരങ്ങളും അനഘയുടെ കാതുകളിൽ വെറും അർത്ഥശൂന്യമായ ശബ്ദങ്ങൾ മാത്രമായി മാറി. അവളുടെ ഉള്ളിലെ കടലിരുമ്പത്തിന് മുന്നിൽ മറ്റെല്ലാ ബഹളങ്ങളും തോറ്റുപോയി. ചിന്തകൾ മുഴുവനും സിദ്ധാർത്ഥ മാഷിനെക്കുറിച്ചാണ്. ഓരോ ശ്വാസത്തിലും പേര് ചൊല്ലി വിളിക്കുന്ന തൻ്റെ പ്രാണൻ. പക്ഷേ എന്ന് ആ പ്രണയത്തിൻ്റെ മേൽ ഒരു കാർമേഘം വന്ന് മൂടിയിരിക്കുന്നു. സിദ്ധാർത്ഥിനെ തൻ്റെ കൂട്ടുകാരെ വീട്ടുകാർ ആലോചിച്ചു എന്ന വാർത്ത അവളുടെ ഹൃദയത്തിൽ പഠിച്ച ഒരു ഇടിത്തീയായിരുന്നു. ആ വാർത്ത കേട്ട ശേഷം നിമിഷം മുതൽ അവളുടെ ലോകം നിശ്ചലമായി. തൻ്റേത് മാത്രമാണെന്ന് കരുതിയ ഒരാൾ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന ഭയം ഒരു നീറ്റിലായി അവൾ ഇപ്പോഴും പടരുകയാണ്. നിശബ്ദമായി ഒഴുകിയ കണ്ണുനീർ തുള്ളികൾ ആ ബെഞ്ചിൽ മരത്തടിയിൽ പടർന്നു. പക്ഷേ ആ സങ്കരക്കടലിലും അവൾ കാർക്കൂന്തലിൽ ഒരു തുളസിക്കഥ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഒരു ചെറിയ അടയാളം പോലെ. അനഘേ, നിന്റെ ഈ കാർക്കൂന്തൽ എപ്പോഴും ഒരു തുളസിക്കതർ ഉണ്ടായിരിക്കണം. എനിക്കത് കാണുന്നത് തന്നെ വലിയ ഇഷ്ടമാണ്. ഒരിക്കൽ സിദ്ധാർത്ഥ് തൻ്റെ മനോഹരമായ സ്വരത്തിൽ പറഞ്ഞ ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ മായാത്ത ലിപികളിൽ കോറിയിട്ടിരുന്നു. ഇന്ന് അവനോട് ലോകം കണ്ടിട്ടില്ലാത്ത അത്രയും പരിഭവമുണ്ട്, പിണക്കവുമുണ്ട്. എങ്കിലും അവൻ ഇഷ്ടപ്പെട്ട ആ തുളസി കതിർ ചൂടാൻ അവൾ മറന്നില്ല. ആ പിണക്കത്തിലും അവൻ്റെ ഇഷ്ടത്തെ താലോലിക്കുന്ന അവളുടെ മനസ്സ് എത്രത്തോളം ആഴമുള്ളതാണെന്ന് ആ ചെടിത്തുമ്പ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ക്ലാസ് മുറിയുടെ വാതിൽക്കൽ നിന്ന് സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സങ്കടം കൊണ്ട് തളർന്നു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൾ അവളുടെ ആ കാർക്കൂന്തലിലെ തുളസി കതിർ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. തന്നോടുള്ള എല്ലാ പരിഭവവും കനലായുള്ളിൽ എരിയുമ്പോഴും താൻ ആഗ്രഹിച്ചതുപോലെ അവൾ ഇന്നും ആ തുളസി കതിർ ചൂടിയിരിക്കുന്നു. ആ ചെറിയ ചെടിത്തുമ്പിൽ പോലും തന്നോടുള്ള അവളുടെ അടങ്ങാത്ത അനുരാഗം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവനും തിരിച്ചറിഞ്ഞു. ദൂരെ നിന്ന് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പ്രണയം തുളുമ്പുന്നുണ്ടായിരുന്നു. തലയിൽ മൃദുവായി തലോടിക്കൊണ്ട് നീ എൻ്റേത് മാത്രമാണെന്ന് ഉറപ്പിച്ച് പറയാനും അവൻ്റെ മനസ്സ് അപ്പോഴും വെമ്പുകയായിരുന്നു. ആ തുളസി കതിറിൻ്റെ ഗന്ധം പോലെ ശുദ്ധവും പവിത്രവുമാണ് തൻ്റെ പ്രണയമെന്ന് അവളോട് വിളിച്ചു പറയാൻ അവൻ കൊതിച്ചുപോയി. ആ നിമിഷം ആ ക്ലാസ് മുറിയിലെ ശൂന്യതയിൽ അവരുടെ പ്രണയം ഒരു തുളസി ഗന്ധമായി പടർന്നിരുന്നു. അവളുടെ ആ കരിമിഴികൾ തന്നിലേക്ക് നീളുന്നില്ലെന്ന തിരിച്ചറിവ് സിദ്ധാർത്ഥിനെ വല്ലാതെ പൊള്ളിച്ചു. തന്നെ ഗൗനിക്കാതെ എങ്ങോ തങ്ങി നിൽക്കുന്ന അവളുടെ നോട്ടം അവനിൽ വാശിയും ദേഷ്യവും ഒരുപോലെ പടർത്തി. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ആ അമർഷം അവൻ്റെ മുഖത്തെ ഭാവങ്ങളെ വല്ലാതെ കടുപ്പിച്ചിരുന്നു. എന്നാൽ അവൻ ദേഷ്യത്തിൽ അനഘ എഴുന്നേൽക്ക്, ഈ ചോദ്യത്തിനുള്ള ഉത്തരം ബോർഡിലേതോ അവൻ അവൻ്റെ സ്ഥായിയായ രൂപം കൊണ്ടു. സിദ്ധാർത്ഥിൻ്റെ ആ ശബ്ദം ക്ലാസ് മുറി നിശബ്ദതയെ കീറി മുറിച്ചു. അവൾ പതുക്കെ തലയുയർത്തി. തൻ്റെ വേദനകൾക്ക് ചുവന്ന തുടുത്ത മുഖവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വെറുക്കുന്ന കൈകളാൽ അവൾ തൻ്റെ ചുരിദാർ ഷാളെടുത്ത് മുഖത്തെ കണ്ണുനീർ തുള്ളികൾ ഒരിക്കൽ കൂടി തുടച്ചു മാറ്റി. ചുറ്റുമുള്ളവരുടെ പരിഹാസച്ചിരികളെ അവഗണിച്ചുകൊണ്ട് ഒരു നിശ്ചയദാർഢ്യത്തോടെ അവൾ ബ്ലാക്ക് ബോർഡിൻ്റെ മുന്നിലേക്ക് നടന്നു.
ബോർഡിലെ അവസാന ചോദ്യത്തിനും അവൾ ഉത്തരം എഴുതി കഴിഞ്ഞിരുന്നു. ചോക്കിൽ വെളുത്ത പൊടികൾ വിരലുകളിൽ പറ്റി നിൽക്കെ ഒരു വിജയച്ചിരിയോടെ അവൾ തിരിഞ്ഞു നോക്കി. എന്നാൽ സദസ്സിൽ നിന്ന് ഉയർന്ന കയ്യടികൾ ശ്രുതിയുടെ കണ്ണുകളിൽ കനലെരിയിച്ചു. അസൂയയായിരുന്നില്ല അത്, മറിച്ച് താൻ നെഞ്ചോട് ചേർത്ത് വെച്ച സ്വപ്നങ്ങൾ മറ്റൊരാൾ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നതിലുള്ള വിങ്ങൽ. ശ്രുതിയുടെ പക്കൽ സിദ്ധാർത്ഥിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അവൾ ചിത്രത്തെ മൗനമായി പ്രണയിച്ചിരുന്നു. ആരോടുമൊന്നും പറയാതെ ഒരു നിഴൽ പോലെ അവൾ ആ ഓർമ്മകളെ പിന്തുടർന്നു. പിന്നീടാണ് അവൾക്ക് മനസ്സിലായത്, സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ അനഘയാണെന്ന്. അതാണ് അവളിൽ ഇത്രയും പക ആളിക്കത്താൻ കാരണം. തൻ്റെ പ്രണയം തോറ്റു പോകാതിരിക്കാൻ അവൾ ഒരു വഴി കണ്ടെത്തി. സിദ്ധാർത്ഥ് തന്നെ പെണ്ണു കാണാൻ വന്ന കാര്യം കോളേജിൽ മുഴുവൻ പാട്ടാക്കി. അത് എല്ലാ സ്റ്റുഡൻറ്റിനും അത്ഭുതമായി. കാരണം ഇന്നേ വരെ സിദ്ധാർത്ഥ് സർ ഒരു പെൺകുട്ടിയെ മുഖത്ത് നോക്കാറില്ല എന്നത് തന്നെയാണ് അതിലെ അത്ഭുതവും.